ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. ഏപ്രിൽ 19th. ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് 3 ഡേയ്സിലോട്ടുള്ള സെൽഫ് കെയർ റുട്ടീൻ നോക്കാം. എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു. പയൽ നമ്പർ 1, റീഡ്. കുറച്ച് പേർക്ക് നെക്സ്റ്റ് 3 ഡേയ്സിൽ ബുക്സ് വായിക്കുന്നത്, നോളേജ് നേടുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ജേർണലിംഗ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്, എന്തെങ്കിലും ടെൻഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പുറത്തോട്ട് നിങ്ങൾക്കത് കളയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ക്രിയേറ്റീവ് വേയിൽ അത് നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അംബീഷൻ, നിങ്ങളുടെ ഗോൾസ് നിങ്ങളൊരു പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് 3 ഡേയ്സ് വന്നിട്ട് അത് നിങ്ങളെ കുറച്ചുകൂടെ കാം ആക്കി നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുക. അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ടും നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ന്യൂസ്, ഒത്തിരി ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ എന്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളണം, എന്തിന് നമ്മൾ എനർജി കൊടുക്കണം, അവിടെയും ഒരു ഹെൽത്തി ആയിട്ടുള്ള എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് 3 ഡേയ്സിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഐസ്, കണ്ണുകൾക്ക് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്, കെയർ എടുക്കാനായിട്ടും പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഓവറോൾ എനർജി എന്താണ്? പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റിസ് വേണം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ 7 ഓഫ് സോഡ്സിൽ ഒത്തിരി എന്താ പറയുക, ചീറ്റിങ്ങിൻ്റെ എനർജി അല്ലെങ്കിൽ ഒത്തിരി ഗോസിപ്പിൻ്റെ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി ഹേർട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ടെമ്പററി ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ടാകാം. അവിടെ കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിലും അത് തന്നെയാണ്. ബാലൻസ് നിലനിർത്താനായിട്ടുള്ള ഒരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എഗെയിൻ ബോൾഡായിട്ടിരിക്കുക, കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹാർട്ട് ചക്ര കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, ആവേശം, ആ ഒരു എനർജിയിൽ വന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൽ ഈ ഒരു ഡേയുടെ എൻഡോടുകൂടി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു ഡേയുടെ എൻഡോടുകൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കരിയർ ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും അവസരങ്ങൾ, എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആയിരിക്കാം. ഫൈനൽ ഗൈഡൻസ് എന്താണ്? പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഹാവ് ആൻ അമേസിങ് ഡേ. ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ബി ബ്രേവ്, യു ഗോട്ട് ദിസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസിൻ്റെ എനർജി, ധൈര്യത്തിൻ്റെ എനർജിയാണ്. ധൈര്യത്തോടു കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ നേടാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതാണ്.
അതുപോലെ തന്നെ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു 7 ഓഫ് സോഡ്സിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ആയിരിക്കാം. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുക, തോറ്റു പോകുക, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ എന്തെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗ്, വിക്ടിം മെൻറ്റാലിറ്റിയിലിരിക്കുക. അങ്ങനത്തെ എനർജീസ് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ഏപ്രിൽ 19th എനർജിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് 3 ഡേയ്സിലോട്ടുള്ള സെൽഫ് കെയർ റുട്ടീനാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർ താങ്ക് യു. മെഡിറ്റേറ്റ്. എനർജീസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീക്കുന്നത്, സൺലൈറ്റായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഊർജം കുറച്ചും കൂടെ കൂട്ടാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ക്ലെൻസിങ് സംഭവിക്കാനായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്, പോസിറ്റീവ് അഫർമേഷൻസ് പറയാനായിട്ടും ശ്രമിക്കുക. എന്താണോ നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എന്ത് നല്ല കാര്യങ്ങളാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ തോട്ട് പ്രോസസ്സും പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ കുറച്ച് കൂടെ ഡിവൈൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. മേക്ക് ആൻ അൾത്താറാണ്. അഗെയിൻ ആ ഒരു മെഡിറ്റേഷൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് 3 ഡേയ്സ് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പായൽ നമ്പർ 2. ദ വേൾഡ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി. ഓവറോൾ ഈ ഒരു ദിവസം പല ചാപ്റ്റേഴ്സും എൻഡ് ചെയ്തിട്ട്, ക്ലോസ് ചെയ്തിട്ട് ഒരു റീബർത്തിൻ്റെ എനർജി, ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ, ചേഞ്ചസിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നുണ്ടാകാം. ഈ ഒരു ദിവസത്തിൻ്റെ എൻഡോടുകൂടി കുറേ കൂടെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ, അതായത് ഇമോഷണൽ എനർജിയിൽ കുറച്ചൊരു ഹാർമണി, കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹെൽത്തി ബൗണ്ടറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യങ്ങൾക്കാണ് നിങ്ങളുടെ ഊർജം, എനർജി കൊടുക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 3 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് മൂവ് ഓൺ ചെയ്യാനായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി പോകുന്നുണ്ടാകാം. ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പാറ്റേൺസ് ആയിരിക്കും കുറച്ച് പേർക്ക് ചാലഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ എനർജി നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് സമയം, ടൈം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും. അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവിടെ കുറച്ചും കൂടെ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആകുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിലാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കാണുന്നത്, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി. അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി ക്രിയേറ്റീവ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് അവസരം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട്, അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വരുന്നതാണ്. കുറച്ച് പേര് അത് എൻജോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര്
തൻ്റെ മൈൻഡ് ബോഡി സ്പിരിറ്റിൽ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അതിന് കുറച്ച് പേരെ ഇവിടെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ എനർജീസ് എന്താണ്? ഓക്കെ, ലവ് യുവർ സെൽഫ്, ബി ഹാപ്പി. ഇവിടെ പറയുന്നത് സെൽഫ് ലവിൻ്റെ എനർജിയാണ്. നിങ്ങളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട്, നിങ്ങളുടെ ഹാപ്പിനെസ്, സന്തോഷങ്ങൾക്ക് കുറച്ചൊരു മുൻഗണന, പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ്. നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻ വെച്ചിട്ട്, എന്ത് എനർജിയിലിരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ലക്ക്, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി, അതെല്ലാം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അപ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ഇരിക്കാനായിട്ടും നിങ്ങളോട് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് ജസ്റ്റിസ്, നീതിയുടെ എനർജിയാണ്. അതും ചൂസ് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം മനസ്സിലാക്കാനായിട്ടും പറയുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.